രണ്ടാമത്തെ കംബാക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം എന്നറിയാവോ? നിന്റെ തകർച്ച കണ്ടിട്ട് കളിയാക്കി ചിരിച്ചവരുണ്ടാവും, നിന്റെ വീഴ്ച കണ്ടിട്ട് പുച്ഛിച്ചവരുണ്ടാവും, നിന്റെ കണ്ണുനീര് കാണാനായിട്ട് കാത്തു നിൽക്കുന്നവരുണ്ടാവും. നീ ഒത്തിരി വിഷമിച്ചിട്ടുണ്ടാവും, സങ്കടപ്പെട്ടിട്ടുണ്ടാവും, ദുരിതങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാവും, തകർച്ചകളിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. എക്സാമിന് വേണ്ടി പഠിച്ച് നിനക്ക് തന്നെ മടുപ്പ് തോന്നി നീ നിർത്തിയിട്ടുണ്ടാവും. ജോലിക്ക് വേണ്ടി നടന്ന് നിന്റെ ശരീരമാകെ തളർന്നിട്ടുണ്ടാവും. കുടുംബ സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതെല്ലാം കണ്ട് ചിരിച്ചവരൊക്കെ, ഇന്നലെ വരെ കളിയാക്കിയവരൊക്കെ നാളെ നിന്നെപ്പോലെ ആകാനായിട്ട് ആഗ്രഹിക്കണം. അതാണ് കംബാക്ക് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 17 വാക്യം. നിനക്കെതിരെ നിന്നെ ഉപദ്രവിക്കാനായിട്ട് ഉണ്ടാക്കിയ എല്ലാ ആയുധങ്ങളും നിന്നെ തൊടത്തില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന നാവുകളൊക്കെ ഒരു ദിവസം അടങ്ങും. ഡു യു ബിലീവ്? വിശ്വസിക്കാം. പറഞ്ഞത് കർത്താവാണ്. മനസ്സിലാവണ്ടോ? വിഷമങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടാതെ കർത്താവിന്റെ കരം പിടിച്ചുകൊണ്ട് മുന്നേറണം. മനസ്സിലാവണ്ടോ? നിന്റെ വിഷമങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇട്ടോ, ഇല്ലെങ്കിൽ മെസ്സേജ് ഇട്ടോ. നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഐ ബിലീവ് എന്ന് കമന്റ് ചെയ്തു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.